ഷമി ഷമി ഈ പെണ്ണിന് എത്ര വിളിക്കണോ? എന്നമ്മ കറിയാക്കാൻ വേണ്ടിട്ട് തക്കാളി മുറിച്ചിടാൻ പറഞ്ഞ ചെയ്താ അമ്മല്ല അന്നേരം തന്നെ പറഞ്ഞേ തുണിയാറിടാന്. എന്നിട്ടിപ്പോ അത് ചെയ്തിട്ട് വന്ന് എല്ലാം ചെയ്യാൻ പറ്റുവാ? ഞാൻ റോബോട്ടാ? നീ ഇങ്ങനെ തർക്കുത്തരവും പറഞ്ഞിട്ട് നിന്നോ? അപ്പുറത്തെ വീട്ടിലെ സെഫനെ കണ്ടുപിടിക്ക്. ഓളൊന്നും എത്ര വായിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓളൊന്നും അതിന് എതിർത്തു അറിയൂല, ഒരക്ഷരം അനങ്ങൂല. കണ്ടു പഠിക്കോളാം. എന്നാ വട്ടപ്പൂജ മുട്ട കിട്ടീനാ? ഞാൻ പാസല്ല അതിനെ, അല്ലാണ്ട് 0 മാർക്കൊന്നല്ല. 24 മണിക്കൂർ ഫോണും ടിവിയും കണ്ടു നിൽക്ക്. സെഫക്ക് നല്ല മാർക്കുണ്ട് പോലും. ഓളെല്ലാം കണ്ട് പഠിക്ക്. നീ ജസ്റ്റ് പാസല്ലേ ഇട്ടുള്ളൂ. ഉള്ള നേരം നല്ലോണം പഠിക്കാൻ നോക്ക്. തുടങ്ങി. സഫ സഫ ഓളെ കണ്ടു പഠിക്ക്. എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ, സഫനെ പോലെ ആവാൻ പറ്റുമോ? ഞാൻ പറയുന്നു. കുൽസൂത്താ കുൽസൂത്താ മോളെ വരുന്നു. എന്നാ മോളെ ഇത്? ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയതായിരുന്നു. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ട്. ഓ അങ്ങനല്ലേ, വാ കേറി. ടൗണിൽ പോകണമെന്ന് ഉമ്മ പറഞ്ഞിന്. കുളിച്ചിട്ട് മാറ്റിയിട്ട് വേഗം പോകണമെന്നാ പറഞ്ഞേ. ഞാൻ പോട്ടെ. ഓ അങ്ങനെ പോകണല്ലേ? ആ എന്നാ ശരി. വെച്ചെടുത്തുണ്ടാവും. കെട്ടിച്ചാടിയാലും മാങ്ങ മുറിക്കൂല. ഞാൻ മുറിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. എന്താ ഉമ്മ ഇങ്ങനെ പിറുവിറുക്കുന്നു? ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെക്കലാ? ഇതെല്ലാം എല്ലാവർക്കും മുറിച്ചിട്ട് എനിക്ക് കൊടുത്തൂടെ? ഞാൻ തന്നെ മുറിക്കണോ? കൈമ കൊടുക്കാണ്ട് ഒരു സാധനം തിന്നൂല്ല. നിങ്ങൾ എന്നോട് മുറിക്കാനായിട്ട് പറഞ്ഞിനാ? മുറിക്കാൻ പറഞ്ഞാൽ ഞാൻ മുറിക്കൂലേ? എന്തിനാ പറയുന്നത്? കണ്ടറിഞ്ഞ് ചെയ്തൂടെ ഇതല്ലോ? ആ സഫൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓളൊന്നും പറയണ്ട, ഓൾ കണ്ടറിഞ്ഞല്ലേ ചെയ്യും പോലും. ഞാൻ ഇന്നെ പോലെ ഒന്നല്ല. അടിച്ചു വാരൂ, തുടച്ചു കൊടുക്കൂ, എല്ലാം ചെയ്തു കൊടുക്കുക ഫാത്തിമക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു ശീലം ഉണ്ട് ഇടാ? പറയാണ്ടോളൂ ചെയ്യുന്ന പോലും. കൂന്തൻ ചെയ്യുന്നുണ്ടാവും. എന്നോട് ഓണമ്മ ഫാത്തിമ തന്നെ പറഞ്ഞു എല്ലാം ചെയ്തു കൊടുക്കലുണ്ട്. നല്ല മധുരണ്ട്. എന്നാ അടുത്തോ എല്ലാവർക്കും കൊടുക്ക്. ഹലോ നാദിറ, ഈ നോട്ട് കംപ്ലീറ്റ് ആക്കിനേനാ? നാളെ മലയാളം എടുക്കണം അടി. ഇനി ഫുഡെല്ലാം കഴിച്ചാ? ആ എന്നാ ശരിയടി, നാളെ കാണാം. ഓക്കേടാ. നെറ്റ് കിട്ടുന്നില്ലല്ലോ. ഷാമി ഷാമി, നെറ്റ് ഫുള്ളും തീർത്തിട്ടുണ്ടാവും. ഒരാവശ്യത്തിന് കിട്ടൂല. എന്നമ്മ നീ ഫോണിലെ നെറ്റ് ഫുള്ളും തീർത്തല്ലേ? നീ എന്നാ ഇത്രക്കാരെ കണ്ടിന്? എന്നാ ഇത്രക്കാരെ കളിച്ചിനെഴുത്ത് ഉള്ള നെറ്റ് തേച്ചും തീർത്തിന്. ഞാനിട്ടൊന്നും തീർത്തിട്ടില്ലേ? പിന്നെന്താ കിട്ടാത്തേ? പിന്നെന്താ തീർന്നേ? അന്ന് നോക്കട്ടെ. ഇങ്ങതാ എന്നാ വെറുതെ എന്തെങ്കിലും പറയലെന്നെ. ഇതിൽ റീചാർജ് എല്ലാം തീർന്നിട്ടാ ഉള്ളേ. ഇനി അല്ലാണ്ട് വേറെ ആരാ കളിച്ചു തീർക്കണ്ടേ? അതുകൊണ്ടല്ലേ പറഞ്ഞിനി. എന്ന് ഇത്ര നേരം വൈകിനി? അത് പിന്നെ നാസിറാന്റെ ചെരുപ്പ് പൊട്ടിനേനു. അന്നേരം ഗമ്മിന് വേണ്ടിയിട്ട് കടയിൽ പോയതിനു, അതാ ലേറ്റായ. ആ ഷോപ്പിലാണെ ഭയങ്കര തിരക്കുവേനു. സഫൈൻ്റെ സ്കൂളിൽ തന്നെയല്ലേ അടിക്കുന്നത്? എത്ര കാലായി ഇന്ന് വരെ ഓള് നേരം പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓള് നേരം വൈകി എന്തെങ്കിലും കാരണം പറയാനുണ്ടാവും. എന്നെപ്പോലെ തന്നെയല്ലേ ഓളു? ഇന്നില്ലെങ്കിൽ എനിക്ക് ഓളപ്പരം വന്നാ പോരെ. 5 മിനിറ്റ് ലേറ്റായെങ്കിൽ നിങ്ങൾ പറയുന്നു. ഇല്ലല്ലാ, ഓളെപ്പെങ്കിലും രാവിലെ പോകുമ്പോ എന്നെ കൂട്ടിങ്ങ. പിന്നെ ഇന്നെ പോലെയാ വേണ്ടത്? 9:30 സ്കൂളെങ്കിലും ഓൾ 9 മണിക്ക് എണീക്കും. സഫയാണെങ്കിൽ നേരത്തെ പോവും ചെയ്യും. വീട് വിട്ടാ സ്കൂളിലും, സ്കൂൾ വിട്ടാ വീട്ടില്. നല്ല കുട്ടിയാണ്. ഓളെ കണ്ടു പഠിക്ക്. നല്ല അച്ചടക്കമുള്ള കുട്ടിയാ. തൊക്കാനൊന്നും നേരില്ല. ബാക്കിലത്തെ ബാത്റൂം പോട്ടെ. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. മംഗലപ്പുറത്തെ ഹാഷിം ഖാന്റെ മോനെ നിങ്ങൾക്ക് അറിയില്ലേ? നിയാസ്.
ഓനൊരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഒളിച്ചോടിയ വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വഴിയിൽ നിങ്ങളെ മോളെ കണ്ടിനേനു. അപ്പൊ ഓനായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടേനു. അത് കഴിഞ്ഞ് 5 മിനിറ്റിന് ശേഷം നീ വിവരം കിട്ടിയ. നിങ്ങളെ മോള് ഇവിടെ ഇല്ലാലോ? എന്ത്? ഞാനല്ലേ കേക്കുന്നേ? സ്കൂളിൽ സൈക്കിളും എടുത്തിട്ട് പോയ ഒരിക്കലും ഇല്ലാത്ത ഞാൻ ഇന്ന് കുറച്ച് ഉറങ്ങിപ്പോയി. ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിട്ടതല്ലേ. ഇപ്പൊ 2:30 മണിയായില്ലേ? നമുക്കൊന്നും തിരിയുന്നില്ല. ഓ അമ്മോ, എന്താ ചെയ്യാനേ? ഓ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാനേ? നമുക്കൊന്നും തിരിയുന്നില്ലേ? ഒന്നും തിരിയുന്നില്ലേ? നിങ്ങൾ ബേജാറായല്ല നമുക്ക് അന്വേഷിച്ചോക്കാം. എന്താ പ്രശ്നം? എന്നാ എല്ലാം മോളെ ഇടവഴിയില് സൈക്കിൾ നിർത്തിയിട്ടിട്ട് നിയാസിനോട് സംസാരിക്കുന്നത് കണ്ടിനല്ലേനു. അതാ ഫ്ലാഷ് ബാക്ക്. ഓ ഈ സൈക്കിളിന്റെ ചങ്ങലയും പൊട്ടിപ്പോയല്ലോ. ഇനി ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോവാന്? ചങ്ങലയും പൊട്ടി, സൈക്കിളിന്റെ ടയറിന്റെ കാറ്റും പോയി. ഇനി ഇതെങ്ങനെയാണ് ഈ വീട്ടിൽ കൊണ്ടുപോവാന്? ഇവിടെ സൈഡാറ്റാക്കിട്ട് വെക്കാൻ തോന്നും. ഷാമി, നീ സഫനെ കണ്ടിനേനാ? അതാ ആരെയോ കാത്തുക്കുന്നു. ആരോ വരാനുണ്ടെന്നും പറഞ്ഞല്ലോ ഓള്. എന്നാ ശരി, ഓക്കെ. അതാ സംഭവം നടന്നത്. ആള് മാറി. ഫാത്തിമത്താത്താന്റെ സഫേന്റെ കൂടെയാണ് നിയാസ് ഒളിച്ചോടിയത്. എനിക്ക് ആള് മാറി. ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് വിട്ടില്ലേ? മാറ്റിട്ട് വേഗം വിടാൻ നോക്ക്. സോറി ഇത്ത, ഞാനിപ്പൊ മെസ്സേജ് തിരുത്തിയിടേ. സോറി ഓന്റെ സോറി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നേ. ന്യൂസ് എല്ലാം ഉണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചിട്ടല്ലേ ഉണ്ടാക്കട്ടാ. ഒരബദ്ധം പറ്റിയതാപ്പാ. ഞാനിപ്പോ തിരുത്തിക്കോളൂ വോയിസ് ഇട്ടിട്ട്. ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നേരത്തെ പറഞ്ഞതിൽ ചെറിയ മാറ്റമുണ്ട്. ഇന്ന് കുൽസുത്താന്റെ ഷാമിയല്ല, ഫാത്തിമത്താത്താന്റെ സഫയാണ് നിയാസിന്റെ കൂടെ പോയത്. എല്ലാവരിലും ഷെയർ ചെയ്യുക. എന്റെ റബ്ബേ, കക്കൂസിനുള്ളിൽ തന്നെ പോയാ മതി. അമ്മ എന്തല്ലേനു അല്ലേ? ഓളെ കണ്ടുപിടിക്ക്, സഫനെ കണ്ടുപിടിക്ക്. ഞാൻ ഓളെ കണ്ടുപിടിക്കണ? ഓളെ കണ്ടുപിടിക്കട്ടെ. ഇത് ഞാൻ ഓളെ കണ്ടുപിടിക്കല്ലേ? എന്നാല് എന്റെ കാലിയാ മുറിച്ചാളി ഉള്ളിക്കരിപ്പോ. ഇവിടെ മനുഷ്യന്മാരെ പകുതി ജീവൻ പോയി. ഞാനുള്ളിൽ പോയിക്കോളൂ.